ഓം കിരാതരൂപായ നമഃശിവായ. കടത്തനാടിൻ്റെ പരിഭാവനമായ മണ്ണിൽ മുനിശ്രേഷ്ഠന്മാരുടെ പാദസ്പർശമേറ്റ ഈ തപോഭൂമിയിൽ പഴമയുടെ ആത്മീയ സൗന്ദര്യം പൂർണ്ണമായും ആവാഹിച്ചെടുത്ത് കടത്തനാടിൻ്റെ കുറ്റിപ്പുറം കോവിലകം എന്ന ഒരു മഹത്തായ ഒരു കോവിലകം, ആ കോവിലകത്തിൻ്റെ മൂലസ്ഥാനമായിരിക്കുന്ന ക്ഷേത്രമാണ് ഈ കിരാതരൂപനായിരിക്കുന്ന ഈ ഭഗവാൻ കുറ്റിപ്പുറം പാറയിൽ പരദേവത ശിവക്ഷേത്രം. ഏതാണ്ട് 500 വർഷക്കാലം പഴക്കം വിശേഷിപ്പിക്കുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച്. കിരാതരൂപനായ ശിവനാണ് ഇവിടെ. പിന്നെ ഈ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ യഥാവിധി പ്രകാരം ശിവനായിട്ട് മറ്റൊരു ഭാവത്തിൽ ഒരു ക്ഷേത്രവും ആധികാരികമായിട്ടുണ്ട്. ഉപദേവതകളായിട്ട് ഗണപതി, അയ്യപ്പൻ, പാർവതി, പിന്നെ കൃഷ്ണൻ, വിഷ്ണു എന്ന ഉപദേവതാ സ്ഥാനങ്ങളായിട്ട് ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നു. നിത്യാരാധനകളായിട്ട് പൂജാവിഷയങ്ങൾ ഭംഗിയായിട്ട് നിവർത്തിക്കപ്പെടുന്നുണ്ട്. കോവിലകം നശിച്ചതിന് ശേഷം യഥാവിധി പ്രകാരം നാട്ടുകാരുടെ കൂട്ടായ്മയായിട്ടുള്ള കമ്മിറ്റിയാണ് ഇത് ഭംഗിയായിട്ട് നിവർത്തിക്കപ്പെടുന്നത്. ഇവിടെ ഏറെ വിശേഷമായിട്ട് നടക്കുന്നൊരു ചടങ്ങ് എന്ന് പറയുന്നത് വർഷം തോറും ഭഗവാന്റെ തിരുവുത്സവമായിട്ട് തേങ്ങേറും പാട്ടും എല്ലാ വർഷവും യഥാവിധി പ്രകാരം ഭംഗിയോടുകൂടി ഈ കമ്മിറ്റി നടത്തി വരുന്നുണ്ട്. ഈ നാട്ടിൻ്റെ സർവ്വതോന്മുഖമായ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിക്കാരുടെ അശ്രാന്ത പരിശ്രമം നന്നായിട്ട് എന്ത് ചെയ്യുന്നു, ദേവചൈതന്യത്തിന് കളങ്കമില്ലാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ഈ കമ്മിറ്റി ഭാരവാഹികൾക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. നവീകരണ കലശം ഏതാണ്ട് ഒരു 3 വർഷക്കാലമായി നവീകരണ കലശത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭം കുറിച്ചു. ഏതാണ്ട് 1 കോടി രൂപയുടെ മുകളിൽ ചെലവഴിച്ചിട്ടാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനുശേഷം നവീകരണ കലശവും കാര്യങ്ങളും ഭംഗിയായി കാട്ടുമാടം ശ്രീ അനിൽ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ മകൻ, പിന്നെ കാർമ്മികത്വം യഥാവിധി പ്രകാരം ചേരൂര് ദാമോദരൻ നമ്പൂതിരി ഇവരുടെ കർമ്മത്തിലൂടെ പൂർണ്ണമായും ഭംഗിയായി ചൈതന്യവൽപ്പിക്കാൻ സാധിച്ചു. ഈ വരുന്ന ഫെബ്രുവരി മാസം 5, 6, 7, 8 തീയതികളായി ബ്രഹ്മശ്രീ കാട്ടുമാടം അനിൽ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ അഭിനവ് നമ്പൂതിരിപ്പാടും ചേറൂര് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തിരുവുത്സവം ആരംഭിക്കുന്നു. 5-ാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിൽ ശുദ്ധി ക്രിയാവിഷയങ്ങളും, 6-ാം തീയതി രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, പിന്നെ 25 കലശം, ഉച്ചപൂജ, കൂറയിടൽ ഇത്യാദി വിഷയങ്ങൾ രാവിലെയും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പിന്നെ മുല്ലക്കൻ പാട്ട്, തായമ്പക, അത്താഴപൂജ, കളപൂജ, കളമയക്കൽ ഇത്യാദി വിഷയങ്ങളും. പിന്നെ തുടർന്ന് 6-ാം തീയതി രാവിലെ ഗണപതി ഹോമം, ത്രികാല പൂജയായിട്ട് പൂജാവിഷയങ്ങളും, അതേപോലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, പിന്നെ കൂറയിടൽ, പിന്നെ ഉച്ചപ്പാട്ട്, 6-ാം തീയതി വൈകിട്ട് ഉച്ചപ്പാട്ട്, ഉച്ചപൂജ ഇത്യാദി വിഷയങ്ങളും. വൈകിട്ട് ദീപാരാധന, തുടർന്ന് അത്താഴപൂജ, കളപൂജ, മുല്ലക്കൻ പാട്ട്, കളമയക്കൽ. 7-ാം തീയതി രാവിലെ ഇതേപോലെ തന്നെ വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കും. 8-ാം തീയതി വിശേഷിച്ചും വൈകുന്നേരമായിട്ട് 8-ാം തീയതി 3 കളം പാട്ടായിട്ട് നടക്കുന്നു. 2 കളം പാട്ട് വഴിപാട് പാട്ടായിട്ട്, 3-ാമത്തെ കളം പാട്ടായിട്ട് ഫെബ്രുവരി 8-ാം തീയതി രാത്രി യഥാവിധി പ്രകാരം ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമായിരിക്കുന്ന, ഏറ്റവും ചൈതന്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മഹത്തായിരിക്കുന്ന ഒരു കാര്യമാണ് ദേവൻ്റെ 12000 തേങ്ങേറും പാട്ടും. ആ 12000 തേങ്ങേറും പാട്ട് 8-ാം തീയതി രാത്രി ഏതാണ്ട് ഒരു 10 മണി 11 മണിയോടുകൂടി അത്താഴ പൂജയ്ക്ക് ശേഷം നടക്കുന്നതാണ്. ഈ ഒരു ചടങ്ങ് ഏതാണ്ട് 2012 കാലത്തിലായിരുന്നു ഇതിനു മുമ്പ് നടന്നിരുന്നത്. അതിന് ശേഷമായിട്ട് കുറച്ച് കാലം പിന്നെ നടത്താൻ സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെയും കമ്മിറ്റി, അതേപോലെ തന്നെ ഭക്തജനങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ എന്തായാലും ഈ 12000 തേങ്ങ ഒന്നിച്ച് ശേഖരിച്ച് അതൊക്കെ വൃത്തിയാക്കി മഹത്തായിരിക്കുന്ന ഈ ചടങ്ങ് പൂർണ്ണമായും ഒരു മുടക്കം കൂടാത്ത രീതിയിൽ നടത്തുവാൻ നാട്ടുകാരുടെയും
സഹായത്തോടുകൂടി കമ്മിറ്റിക്ക് അത് പൂർണ്ണമായും നിർത്തിക്കാൻ സാധിച്ചു എന്നാണ് പറയാൻ സാധിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി എന്നുള്ള രീതിയിൽ എങ്ങനെയായാലും ഈ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ എന്താ പറയുക, ഒരു വളരെയധികം സന്തോഷവും മാത്രമല്ല അത്രയും ആളുകൾ ക്ഷേത്രത്തിൽ വരികയും ഇത്രയും ചടങ്ങുകളൊക്കെ സംബന്ധിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല ആ വാക്കുകൾ. അത്രയും എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും, ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഭാരവാഹികൾക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.